മഹാനായ നൂറുദ്ദീൻ മഹ്മൂദ് സങ്കി റഹിമഹുല്ലാ ഇസ്ലാമിക ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച പ്രഗത്ഭനായ ഭരണാധികാരി, ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനത്തിന് വേണ്ടി തന്റെ ആയുസ് മുഴുവൻ ചെലവഴിച്ച ഭരണാധികാരി. അദ്ദേഹം ഒരു സന്ദർഭത്തിൽ ഒരു ജാഥ നടത്തുന്നു തന്റെ സൈന്യവുമായി. ഏതോ വിജയത്തിന്റെ ആഘോഷങ്ങൾ നടത്തുന്നു. വലിയ ജാഥയായി സൈന്യത്തിന്റെ മുമ്പിൽ അദ്ദേഹം സൈന്യത്തിന്റെ തലവനായി ജാഥയ്ക്ക് നേതൃത്വം നൽകി നടന്നു പോകുന്നു. ആ സമയത്ത് മഹാനായ ഇബ്നുൽ വാസിത്തി റഹിമഹുല്ലാ നേരെ അദ്ദേഹത്തിന്റെ ജാഥയുടെ മുമ്പിലേക്ക് വന്നു. അദ്ദേഹത്തിന്റെ കൈക്ക് പിടിച്ചിട്ട് അദ്ദേഹത്തോട് ഓർമ്മിപ്പിച്ചു, നിന്റെ കൂട്ടത്തിലുള്ള ആൾബലവും അധികാരവും നിന്റെ സൈന്യത്തെയും നിന്റെ കൈകളിലുള്ള ആർഭാടങ്ങളെയും കണ്ട് സ്വയം വഞ്ചിതനായി പോയ മനുഷ്യ, നീ നിന്റെ ശരീരത്തിന് വേണ്ടി പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ചെയ്യണം. യൗമൽ ഖിയാമത്തി വസ്സമാഉ തമൂറു, ആകാശഗോളങ്ങൾ അടക്കം അല്ലാഹുവിന്റെ മുമ്പിൽ പേടിച്ച് നിൽക്കുന്ന ഖിയാമത്തിന്റെ വേളയിൽ നിനക്ക് ഉപകാരപ്പെടുന്നതിന് വേണ്ടി നീ എന്തെങ്കിലും ചെയ്തു വെക്കണം. അന്നത്തെ ദിവസം നിന്റെ പേരിന്റെ അർത്ഥം നൂറുദ്ദീൻ എന്നാണ്, ദീനിന്റെ പ്രകാശം എന്നാണ്. ഒരു പ്രകാശവും ഇല്ലാതെ അള്ളാഹുവിന്റെ മുമ്പിൽ നൂറുദ്ദീനെ നീ വന്ന് നിൽക്കേണ്ട അവസ്ഥ നിനക്ക് വന്നാൽ നീ നശിച്ചു, നിനക്കൊരു ഉപകാരവും ഇല്ലാതായി നിന്റെ ആയുസ് കൊണ്ട്. അതോടുകൂടി നിന്റെ ജീവിതം കഴിഞ്ഞു. നീ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഈ ഭൂമിയിലെ നിന്റെ അധികാരത്തിന്റെയും നിന്റെ സൈന്യത്തിന്റെയും നിന്റെ ആർഭാടങ്ങളുടെയും നടുവിൽ നിന്ന് ആരോരുമില്ലാത്ത ഏകാന്തവാസത്തിന്റെ കേന്ദ്രമായ ഖബറിലേക്ക് നിന്നെ മാറ്റപ്പെട്ടാൽ നീ എന്ത് ചെയ്യും? നീ എന്ത് പറയും? നിനക്കവിടെ കൂട്ടായി എന്ത് കാണും? നിനക്ക് സമാധാനം പറയാൻ നിന്റെ കയ്യിൽ എന്തുണ്ട് നൂറുദ്ദീൻ എന്ന് മഹാനായ ഇബ്നുൽ വാസിത്തി റഹിമഹുല്ലാ അദ്ദേഹത്തോട് ചോദിച്ചു. മാദാ തഖൂലു ഇദാ വഖഫത ബിമൗഖിഫിൻ ഫർദൻ, പെട്ടെന്ന് തന്നെ നീ പ്രതീക്ഷിക്കാത്ത സമയത്ത് മരണം നിന്നെ കീഴടക്കി അള്ളാഹുവിന്റെ മുമ്പിൽ മഹ്ശറയിൽ നിന്ദ്യനായി, ആരും സഹായിക്കാനില്ലാതെ, കയ്യിൽ നന്മകളൊന്നും ഇല്ലാതെ നൂറുദ്ദീൻ നീ വന്നു നിന്നാൽ അവിടെ നിന്റെ അവസ്ഥ എന്താകും? അവിടെ നീ എന്ത് സമാധാനം പറയും? അവിടെ നീ എന്ത് മറുപടി പറയുമെന്ന് മഹാനായ നൂറുദ്ദീൻ മഹ്മൂദ് സങ്കി റഹിമഹുല്ലയോട് 3 വരി പാട്ട് അല്ലാമ ഇബ്നുൽ വാസിത്തി റഹിമഹുല്ല പാടുമ്പോ ആ ജാഥയുടെ ഇടയിൽ, ആ ജാഥയുടെ ക്യാപ്റ്റനായി രഥത്തിന്റെ മുകളിൽ നിന്ന നൂറുദ്ദീൻ സങ്കി റഹിമഹുല്ല ബോധം കെട്ട് ജാഥ പൂർത്തിയാക്കാൻ സാധിക്കാതെ താഴെ വീണ് അള്ളാഹുവിലേക്ക് തിരിഞ്ഞ് തന്റെ പരലോകത്തെ കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു എങ്കിൽ ഞാനും നിങ്ങൾ മനസ്സിലാക്കണം, ഏത് വിചാരണയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അധികാരത്തിന്റെയും ആർഭാടത്തിന്റെയും സൈന്യങ്ങളുടെയും നടുവിൽ നിന്ന് നൂറുദ്ദീൻ സങ്കിക്ക് ബോധം കെട്ട് വീഴാൻ സാധിച്ചത് എങ്കിൽ അതേ മഹ്ശറ, അതേ വിചാരണ, അതേ ഖബർ, അതേ മരണം, അതിലേക്കാണ് ഞാനും നിങ്ങളും നീക്കപ്പെടുന്നത്, ഞാനും നിങ്ങളും പോകേണ്ടത്.